നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്ന ലിസിക്ക് മികച്ച അവസരങ്ങളായിരുന്നു ലഭിച്ചത്. സിനിമകളുമായി മുന്നേറുന്നതിനിടയിലായിരുന്നു പ്രിയദർശനുമായി പ്രണയത്തിലായത്. വൈകാതെ ആ ബന്ധം വിവാഹത്തിൽ എത്തുകയായിരുന്നു. സിദ്ധാർത്ഥിനും കല്യാണിക്കും ഒപ്പമായി സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു ഇവർ. അതിനിടയിലാണ് വേർപിരിയുകയാണെന്ന് വ്യക്തമാക്കിയത്. സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഞെട്ടിച്ച വിവാഹമോചനം കൂടിയായിരുന്നു ലിസിയുടെയും പ്രിയദർശന്റെയും. സിനിമാ ലോകത്ത് ഏറെ ചർച്ചയായതാണ് ലിസി പ്രിയദർശൻ വിവാഹം. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ലിസി പ്രിയദർശനെ വിവാഹം ചെയ്യുന്നത്. ഒരുമിച്ച് സിനിമ ചെയ്യവേ പ്രണയത്തിലായ ഇരുവർക്കും സുഹൃത്തുക്കളുടെ പിന്തുണ ഉണ്ടായിരുന്നു. 1990-ലായിരുന്നു താരവിവാഹം. കല്യാണി, സിദ്ധാർത്ഥ് എന്നീ മക്കളും ദമ്പതികൾക്ക് ജനിച്ചു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇരുവരും പിരിഞ്ഞു. 2016-ലായിരുന്നു വേർപിരിയൽ. 26 വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചത് പ്രിയദർശനെ ഏറെ വിഷമിപ്പിച്ചിരുന്നു. ഇതേക്കുറിച്ച് സംവിധായകൻ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്. സുകുമാരി ചേച്ചി, ഹനീഫ എന്നിവരോടെ തനിക്ക് ജീവിതത്തിൽ കടപ്പാടുള്ളൂ എന്ന് ലിസി പറഞ്ഞിട്ടുണ്ട്. സന്തോഷകരമായി മുന്നേറുകയായിരുന്നു ഇരുവരും. അതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായ തീരുമാനം അറിയിച്ചത്. ഒന്നിച്ചുള്ള ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും തികച്ചും വ്യക്തിപരമാണ് ഈ തീരുമാനം എന്നുമായിരുന്നു ഇരുവരും പറഞ്ഞത്. അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല എങ്കിൽ പിരിഞ്ഞു താമസിക്കട്ടെ, അവരുടെ സന്തോഷമാണ് പ്രധാനം എന്നായിരുന്നു മക്കൾ പറഞ്ഞത്. മാതാപിതാക്കളുടെ വേർപിരിയൽ തങ്ങളെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നും ഇരുവരും പറഞ്ഞിരുന്നു. വേർപിരിയൽ കഴിഞ്ഞ് 10 വർഷം പിന്നിടുന്നതിനിടയിലാണ് ഇരുവരും വീണ്ടും ഒന്നിച്ചത്. സിബി മലയിലിന്റെ വിവാഹത്തിന് ഇരുവരും ഒന്നിച്ചാണ് എത്തിയത്. സംവിധായകൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ഒരു മകൻ എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും അച്ഛൻ എന്ന നിലയിലും എങ്ങനെ സ്വയം വിലയിരുത്തുന്നു? ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റിംഗ് ഇട്ട് പറയണമെന്നുമായിരുന്നു ലിസി പറഞ്ഞത്. എന്റെ വിജയത്തിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഭാര്യയാണ്. നമ്മുടെ ജോലി എന്ന് പറയുന്നത് അവധിയല്ല, സമയനിഷ്ഠയല്ല, ആഹാരം കഴിക്കുന്നതിന് നേരമില്ല. നമ്മളൊരു ഷിപ്പിലെ ക്യാപ്റ്റനാണ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നേരിടണം. പല സംവിധായകരും പരാജയപ്പെട്ടു പോകുന്നതിന് കാരണം വീട്ടിലെ വിഷയങ്ങളാണ്. വീടിന്റെ അടിത്തറ തെറ്റിയാലുണ്ടല്ലോ ഒരു ക്രിയേറ്റീവ് പേഴ്സണും നേരെ ചൊവ്വേ നിൽക്കാൻ പറ്റത്തില്ല. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവരുടെയൊന്നും പേര് പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അവരുടെയൊക്കെ തകർച്ചയുടെ പുറകിലെ കാരണം വീട്ടിലെ വിഷയങ്ങളാണ്. അത് അവരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ആരെയും പ്ലീസിങ് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ ഭാര്യ. സത്യസന്ധമായി പറയുന്നതാണ്, വെറും വാക്കല്ല. ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്കിടയിലും പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്റെ ശക്തി എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഭാര്യയുടെ സ്വാധീനമാണ്. അച്ഛന് ഞാൻ 10-ൽ 8 കൊടുത്തിട്ടുണ്ട്. മകനെന്ന നിലയിൽ പരാജയമാണ്. 2 മാർക്കേ കൊടുത്തിട്ടുള്ളൂ. അച്ഛനോട് എനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നില്ല. ഭർത്താവ് എന്ന നിലയിൽ 5 മാർക്കാണ് ഞാൻ കൊടുക്കുന്നത്. ജീവിതം പകുതി ആയല്ലേ ഉള്ളൂ, ബാക്കി പകുതി ഇനി കൊടുക്കാമല്ലോ. ഇനി വരുന്ന വർഷങ്ങളിൽ അത് കോമ്പൻസേറ്റീവ് ചെയ്യാമെന്നുമായിരുന്നു പ്രിയദർശൻ പറഞ്ഞത്. നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയതാണ് ഇരുവരും. ഇനി വീണ്ടും വിവാഹം ചെയ്ത് ഒന്നിക്കാം എന്നില്ല. ഒരു വിവാഹ സർട്ടിഫിക്കറ്റിന്റെയും ആവശ്യമില്ല. ഞങ്ങൾ ഇങ്ങനെ തന്നെ ഒന്നിച്ച് ജീവിക്കുന്നു എന്നാണ് പ്രിയദർശൻ പറഞ്ഞത്. മകൻ സിദ്ധാർത്ഥ് വിവാഹിതനായി അബ്രോഡിൽ സെറ്റിൽഡ് ആണ്. മകൾ കല്യാണിയും സിനിമാ തിരക്കുകളുമായി ഓടുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയനും ലിസിയും പഴയ പ്രണയത്തിലേക്കും പോകുന്നു. 26 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ലിസിയുടെയും പ്രിയന്റെയും പ്രണയ വിവാഹം. വിവാഹത്തോടെ ലിസി അഭിനയം നിർത്തി. മനോഹരമായ പ്രണയ ജീവിതത്തിലായിരുന്നു ഇരുവരും. 2016-ൽ വേർപിരിയുന്നു എന്ന വാർത്ത ആരാധകർക്കും ഷോക്കിംഗ് ആയിരുന്നു. പക്ഷേ ലിസി തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും ഞങ്ങൾ ഒന്നിച്ചുള്ള ജീവിതം തന്നെയാണ് തന്റെ സ്വപ്നമെന്നും പ്രിയൻ ആവർത്തിച്ചു പറഞ്ഞു. ഒടുവിൽ അത് സംഭവിച്ചു. സംവിധായകൻ സിബി മലയിലിന്റെ മകൻ വിവാഹത്തിനാണ് ആദ്യമായി ഔദ്യോഗികമായി ലിസിയും പ്രിയനും ഒന്നിച്ചെത്തിയത്. ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. അങ്ങനെ ഒരു വലിയ മുഹൂർത്തത്തിന് സാക്ഷിയായ സന്തോഷം സിബി മലയിൽ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്കൊപ്പം ലിസിയും പ്രിയനും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും വൈറലായിരുന്നു. 2015-ലാണ് പിരിയാൻ തീരുമാനിച്ച വിവരം ഇരുവരും പ്രഖ്യാപിച്ചത്. അത് അടുത്ത സുഹൃത്തുക്കളെ പോലും ഞെട്ടിച്ചു. എന്തുകൊണ്ട് പിരിയുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പിരിയുന്നതിലെ വേദനയും ഇരുവരും പങ്കുവച്ചിരുന്നു. ആത്മസുഹൃത്തുക്കളായ സുരേഷ് കുമാറും മോഹൻലാലും അടക്കം പലരും പലതവണ ഇടപെട്ടിട്ടും അവരുടെ തീരുമാനം മാറ്റാൻ പറ്റിയിരുന്നില്ല. സംയുക്ത ഹർജി 2016-ൽ കോടതി തീർപ്പാക്കി നിയമപ്രകാരം വിവാഹമോചനം അനുവദിച്ചു. പ്രിയനും ലിസിയും തമ്മിലുള്ള വഴക്കിന്റെയും വൈരാഗ്യത്തിന്റെയും മഞ്ഞുമല ഉരുകിയെന്നും ഇപ്പോൾ അവർ വളരെ നല്ല സൗഹൃദത്തിലും പരസ്പരം ബഹുമാനത്തോടെയാണ് ജീവിക്കുന്നതെന്നും ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയിരുന്നു. രണ്ടുപേരും മറ്റ് വിവാഹം കഴിക്കാത്ത സ്ഥിതിക്ക് ഒരുമിച്ച് ജീവിക്കുന്നത് മാതൃകാപരമായ തീരുമാനമായിരിക്കുമെന്നും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നും ആലപ്പി അഷ്റഫ് മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.